ഇന്ന് നല്ല വെയിൽ ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞിപ്പെണ്ണിനെ നനയ്ക്കാനായിട്ടുള്ള ഡ്രസ്സ് തന്നെ ആദ്യം നനച്ചു കേട്ടോ. അങ്ങനെ തുണിയൊക്കെ നനച്ച് കയറി വന്നപ്പം ഒരാൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് തൊട്ടിയിൽ ഇങ്ങനെ ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുക. ആ ചിരി കണ്ടോ, ആളെ മയക്കുന്ന ചിരി കളിപ്പെണ്ണിൻ്റെ. പിന്നെ അവളെ തൊട്ടിലിൽ നിന്നെടുത്ത് കട്ടിലേക്ക് കിടത്തി കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. സുന്ദരിയെ എന്നൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പുള്ളിക്ക്. അങ്ങനെ അവളെ കളിപ്പിച്ചതിന് ശേഷം കുറച്ച് തുണി മടക്കി വെക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണി എടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അവളിങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കണ്ടോ, ഞാൻ മടക്കി വെക്കാനായിട്ടുള്ള തുണിയൊക്കെ എടുത്ത് അടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഡ്രസ്സെല്ലാം മടക്കി വെച്ചു കേട്ടോ. അപ്പോൾ അവളെന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഉറക്കം ശരിക്കും മതിയായിട്ടില്ലാന്ന് തോന്നുന്നു അവൾക്ക്. പിന്നെ കുറേ നേരം ഇങ്ങനെ ഞാനും അവളുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ തൊട്ടിൽ തുണി ഒന്ന് മാറ്റണമായിരുന്നു കേട്ടോ. ഞാനിവിടെ തുണിത്തൊട്ടിലാണ് കുഞ്ഞിനെ കിടത്തുന്നത്. അങ്ങനെ 3 ദിവസം കൂടുമ്പോഴേക്കും തൊട്ടിൽ തുണി മാറ്റും. അങ്ങനെ തൊട്ടിൽ തുണിയൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ല ഉറക്കം വന്നു. അങ്ങനെ ഫീഡ് ചെയ്തതിന് ശേഷം അവളങ്ങ് ഉറങ്ങി കേട്ടോ. അവൾ ഉറങ്ങുന്ന സമയത്താണ് എനിക്ക് അവളെ മേക്കപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവൾ ഉറങ്ങിയ സമയത്ത് ഞാനിങ്ങനെ പിരികം എഴുതി കേട്ടോ. പിരികമൊക്കെ എഴുതി പിന്നെ കുറേ പൊട്ടുകളൊക്കെ മുഖത്ത് തൊട്ട്. അങ്ങനെ എൻ്റെ കലാവിരുത് കഴിഞ്ഞിരിക്കുന്നു. കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അവളെ ഈ ഷീറ്റിൻ്റെ മുകളിലാണ് ഇപ്പോൾ കിടത്തുന്നത്. റൂമിൽ നല്ല വെട്ടം ഉള്ളതുകൊണ്ട് തന്നെ കർട്ടൻ ചെറുതായിട്ടൊന്ന് താത്ത് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിനൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ കർട്ടനൊക്കെ താത്തിട്ട് കഴിഞ്ഞപ്പം അവൾ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങുന്ന സമയത്ത് എനിക്കെൻ്റെ പണി ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ പണിത്തിരക്കിലേക്ക് തിരിയുകയാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കുഞ്ഞിപ്പെണ്ണിനെ ഇഷ്ടമുള്ളവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.